എൻ്റെ വായനയിലേക്ക് സ്വാഗതം. കഥ കള്ളൻ നായ. എഴുതിയത് എം മുകുന്ദൻ. പത്മനാഭന് വരുന്ന ചിങ്ങത്തിൽ വയസ്സ് 3 തികയും. എന്നിട്ടും അവന് മുല കുടിക്കണം. ചോറും കഞ്ഞിയും ഒന്നും പത്മനാഭൻ അത്ര ഇഷ്ടമല്ല. വിശക്കുമ്പോൾ മുലപ്പാല് തന്നെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നതുവരെ അവൻ കരയും. അതാണ് പത്മനാഭൻ്റെ പ്രകൃതം. കരയുവാൻ തുടങ്ങിയാൽ നിൽക്കക്കള്ളിയുണ്ടാകില്ല. വായ മുഴുക്കെ തുറന്ന് കണ്ണുകൾ മുറുക്കി അടച്ചാണ് കരയുക. കരച്ചിൽ തുടങ്ങിയിട്ടും താൻ അവഗണിക്കപ്പെടുകയാണെന്ന് മനസ്സിലായാൽ അവൻ അടവൊന്നു മാറ്റും. പിന്നീട് നിലത്ത് കിടന്ന് കൈയും കാലും തറയിൽ തല്ലിക്കൊണ്ടായിരിക്കും കരച്ചിൽ. എന്നാൽ അതേ രീതിയിൽ അധികനേരം കരയുവാൻ അനാരോഗ്യവാനായ പത്മനാഭന് കഴിയുകയില്ല. ക്രമേണ ആ കരച്ചിൽ ക്ഷീണിച്ച ഒരു പട്ടിക്കുഞ്ഞിൻ്റെ മോങ്ങലായി മാറും. പത്മനാഭൻ വേണമെങ്കിൽ എത്ര കാലമെങ്കിലും മുല കുടിച്ചു കൊള്ളട്ടെ. ദേവുവിന് അതിൽ പരാതിയില്ല. വാസുദേവൻ 5 വയസ്സുവരെ മുലപ്പാല് കുടിച്ചതാണ്. എന്നാൽ മുലയിൽ പാലില്ലെങ്കിൽ എന്തു ചെയ്യും? വാസുദേവനെ പ്രസവിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആരോഗ്യമൊന്നും ഇപ്പോഴില്ല. നീണ്ട കഴുത്ത്, ഒട്ടിയ കവിളുകൾ, നാരുപോലുള്ള കൈകൾ. ദേവു ദിനം പ്രതി ക്ഷീണിച്ചു വരികയാണ്. ഇനിയും പത്മനാഭന് പാല് കൊടുക്കുന്നത് ആപത്താണെന്ന് തട്ടാത്തി കല്യാണി ദേവുവിനെ പലകുറി ഉപദേശിക്കുകയുണ്ടായി. ഒരിക്കൽ ദേവുവിനും തോന്നി അത് വാസ്തവമാണെന്ന്. അന്നു തന്നെ കല്യാണി കുഞ്ഞുണ്ണി വൈദ്യരുടെ മരുന്നുപീടികയിൽ നിന്ന് ഒരണക്കി ശന്നിനായകം വാങ്ങിക്കൊണ്ടുവന്നു. ദേവു 2 മുലക്കണ്ണിന്മേലും ശന്നിനായകം പുരട്ടിവെച്ചു. പതിവ് പോലെ മുല കുടിക്കുവാൻ വേണ്ടി ആർത്തിയോടെ തുനിഞ്ഞ പത്മനാഭന്റെ മുഖം അപ്പോൾ കാണേണ്ടതായിരുന്നു. അവൻ ഓക്കാനിക്കുകയും ഛർദ്ദിക്കുകയും ചെയ്തു. ദേഷ്യം സഹിക്കാതെ നിലത്ത് കൈയും കാലും ഇട്ട് തല്ലി. പിന്നീട് പത്മനാഭൻ മുലപ്പാല് തൊട്ടിട്ടില്ല. ഇപ്പോൾ ദേവുവിന് തോന്നി അങ്ങനെ ചെയ്യണ്ടായിരുന്നുവെന്ന്. രാവിലെ തുടങ്ങിയതാണ് അവൻ കരയുവാൻ. കരഞ്ഞ് കരഞ്ഞ് തളർന്ന അവനിപ്പോൾ നിശ്ചലനായി നിലത്തു കിടന്ന് മോങ്ങുകയാണ്. ദേവുവിനത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. ചെറിയ കുട്ടിയല്ലേ, എത്ര നേരമാണ് വിശപ്പ് സഹിക്കുക? വലിയവരായിരുന്നെങ്കിൽ മുണ്ട് മുറുക്കിയെടുത്ത് എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കാമായിരുന്നു. പാവം പത്മനാഭൻ. 3 വയസ്സായെങ്കിലും അതിൻ്റെ വളർച്ചയില്ല. ശോഷിച്ച കൈകാലുകളും തെളിഞ്ഞു കാണാവുന്ന വാരിയെല്ലുകളും. തിന്നാൻ കൊടുത്തിട്ട് വേണ്ടേ വളരുവാൻ? മുലകുടി നിർത്തിയതോടെ അവൻ തികച്ചും പട്ടിണി കിടക്കുകയാണ്. കഞ്ഞിയും ചോറും കഴിക്കാൻ തുടങ്ങിയപ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നില്ല. ഈ കഷ്ടപ്പാടുകൾക്ക് അവസാനമില്ലായിരിക്കും. അവൾ പത്മനാഭനെ എടുത്തു. മുല കുടിക്കുകയില്ലെന്നറിയാമെങ്കിലും അവൾ ബ്ലൗസിന്റെ പിന്നഴിച്ചു. ഒന്ന് ചിറി നനയുകയെങ്കിലും ചെയ്യട്ടെ. എന്നാൽ പത്മനാഭൻ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ ഓക്കാനിക്കുകയാണ്. കഴിക്കുന്ന ശന്നിനായകത്തിന്റെ ഓർമ്മ വന്നിരിക്കണം. ദേവു സ്വയം ശപിച്ചു. തട്ടാത്തി കല്യാണിയെയും. വെറുതെയാണ് ചെക്കൻ്റെ മുലകുടി നിർത്തിയത്. പാലില്ലെങ്കിലും അവൻ നുണച്ച് ഉറങ്ങിപ്പോകുമായിരുന്നു. ഇനി എന്താണ് ചെയ്യുക? രാത്രി ഉരി അരി കൊണ്ടാണ് കഞ്ഞി വെച്ചത്. കുട്ടികൾക്കും കുട്ടികളുടെ അച്ഛനും കൊടുത്തപ്പോഴേക്ക് കലം കാലിയായി. അവശേഷിച്ചത് ഒരു കോപ്പയിലാക്കി അടച്ചു വെച്ചു. രാവിലെ പത്മനാഭൻ കരയുവാൻ തുടങ്ങിയപ്പോഴാണ് ചെന്നു നോക്കിയത്. പുളിച്ചു നാറുന്നു. വെറുതെ ഒരു കോപ്പ കഞ്ഞി കളഞ്ഞു. 2 ആണി വെല്ലമുണ്ടെങ്കിൽ 1 ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ അതും ഈ പുരയ്ക്കകത്തില്ല. പുര എന്നതിന് പേരേയുള്ളൂ. അരിയില്ല, തേങ്ങയില്ല, മുളകില്ല. എവിടെ നിന്നെങ്കിലും നാഴി അരി കിട്ടിയാൽ അത് വേവിക്കുവാൻ ഒരു കലമുണ്ടോ? വക്കുപൊട്ടി ഒരു പഴയ കലത്തിലാണ് കഞ്ഞി വെക്കുന്നത്. എപ്പോഴാണെന്നറിയില്ല അത് ആകെ പൊട്ടുക. പുരയല്ല, നരകമാണിത്. നാരായണ നാരായണ. കിളവിയുടെ വകയാണത്. വിശക്കുമ്പോൾ എല്ലാവരും മിണ്ടാതെ എവിടെയെങ്കിലും അടങ്ങിയിരിക്കുകയാണ് ചെയ്യുക. കിളവി നേരെ മറിച്ചാണ്. വായിൽ നാക്കടങ്ങിയിരിക്കില്ല. എന്തിനാ ചെക്കനെ ഇങ്ങനെ കരയിക്കണത്? കിളവി തല പുറത്തേക്കിട്ട് ചോദിച്ചു. ഇവിടെ ചാക്കായിട്ടല്ലേ അരിയിരിക്കണത്. പത്മനാഭൻ അപ്പോഴും മോങ്ങുകയാണ്. ചെക്കനെ കരയുവാൻ പോലും വയ്യാണ്ടായിരിക്കുന്നു. ജാനുവോ? ദേവു മൂത്ത പെണ്ണിനെ വിളിച്ചു. മുറ്റത്തെ ചവിട്ടുകല്ലിന്മേൽ ഇരുന്ന് പുളിങ്കുരു പൊട്ടിച്ച് തിന്നുകയാണ് അവൾ. 10-12 വയസ്സായെങ്കിലും കുട്ടി സ്വഭാവം ഇനിയും വിട്ടിട്ടില്ല. പുളിങ്കുരു ബ്ലൗസിനുള്ളിൽ സൂക്ഷിച്ചിട്ട് ജാനു വന്നു. ഈ ചെക്കനെ അങ്ങോട്ട് എടുത്തോ, റോഡിൽ കൊണ്ടുപോയി കാറ് കാണിച്ചു കൊടുക്ക്. എന്തൊരു കരച്ചിലായത്! നിലത്ത് കിടന്ന് തേങ്ങുന്ന പത്മനാഭനെ ജാനു എടുത്തു. അപ്പോഴവൻ കുറച്ചുകൂടി വീറോടെ കരഞ്ഞു. വാസുദേവനും കുഞ്ഞീഷ്ണനും എവിടെ പോയി? എനിക്കറിയില്ല. ജാനു പത്മനാഭനെ എടുത്ത് റോഡിലേക്ക് പോയി.
മുക്കിലെ മമ്മദ് മാപ്പിളയുടെ പീടികയുടെ അടുത്ത് ചെന്ന് നിന്നാൽ മെയിൻ റോഡിലൂടെ കടന്നു പോകുന്ന കാറും ബസ്സും കാണാം. അത് കണ്ടിട്ടെങ്കിലും അവന്റെ കരച്ചിൽ നിൽക്കട്ടെ. പത്മനാഭന്റെ മാത്രമാണ് ഒരു പ്രശ്നം. ബാക്കിയുള്ള 3 കുട്ടികളെ കൊണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ല. ജാനു വിവരമുള്ളവളാണ്. പറഞ്ഞാൽ അവൾക്കു മനസ്സിലാകും. അവൾ മുതിർന്നല്ലോ. കിണറ്റിൽ നിന്നും പച്ചവെള്ളം മുക്കി കുടിച്ചും പുളിങ്കുരു തിന്നും അവൾ ദിവസം കഴിച്ചു കൂട്ടും. പിന്നെയുള്ളത് വാസുദേവനും കുഞ്ഞികൃഷ്ണനുമാണ്. ഉറക്കപ്പായിയിൽ നിന്ന് നേരെ എഴുന്നേറ്റ് പോകുക മാലോട്ട് കാവിലേക്കാണ്. കാവിന്റെ മുറ്റത്ത് തലമയോ കൂട്ടിയോ കളിച്ചുകൊണ്ടിരിക്കും. പൂജയുള്ള ദിവസമാണെങ്കിൽ പ്രസാദം കിട്ടും. കുറച്ച് അവിലും ശർക്കരയും പഴവും. അതുകൊണ്ട് അവർ തൃപ്തിയടയും. അല്ലെങ്കിൽ മാങ്ങ എറിഞ്ഞിടുകയോ കശുവണ്ടി പെറുക്കുകയോ ചെയ്യും. കശുവണ്ടി ശേഖരിച്ച് മമ്മദ് മാപ്പിളയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങിക്കുന്നതിൽ മിടുക്കനാണ് വാസുദേവൻ. സ്കൂൾ പൂട്ടിയ കാലമാണ്. തുറന്നു കഴിഞ്ഞാൽ വലിയ ഒരാശ്വാസമായിരുന്നേനെ. ജാനുവും വാസുദേവനും പഠിക്കുന്നുണ്ട്. പഠിക്കട്ടെ. യോഗമുണ്ടെങ്കിൽ നന്നാവും. ഇനി ഒരിക്കൽ പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് ഖേദം തോന്നരുതല്ലോ. മാത്രമല്ല സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കിട്ടും. അതൊരാശ്വാസമാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ജാനുവിനും വാസുദേവനും വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കേണ്ടി വരികയുള്ളൂ. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വയർ നിറയെ കഴിക്കുന്ന കഞ്ഞി മതി അവർക്ക് 24 മണിക്കൂർ നേരത്തേക്ക്. കുഞ്ഞികൃഷ്ണന് 5 വയസ്സ് തികഞ്ഞിട്ടില്ല. പ്രായമായാൽ അവനെയും സ്കൂളിൽ ചേർക്കണം. ഒരു നേരത്തെ കഞ്ഞി കിട്ടുന്നത് ഒരു വലിയ ഉപകാരമല്ലേ? ഒരു ദിവസം ദേവുവിന് ഒരു യുക്തി തോന്നി. ജാനുവും വാസുദേവനും സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞികൃഷ്ണനെയും അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. അതിന് കുഞ്ഞികൃഷ്ണൻ 5 വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ. ജാനു സംശയിച്ചു. അതല്ലടി കാര്യം. അവൻ പുറത്ത് എവിടെയെങ്കിലും കളിച്ചോട്ടെ. കഞ്ഞി കുടിക്കുമ്പോൾ നീ അവനെ പിടിച്ച് അടുത്തിരുത്തിക്കോ. അമ്മയുടെ യുക്തി ജാനുവിനും പിടിച്ചു. സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾ കുഞ്ഞികൃഷ്ണനെയും കൂടെ കൊണ്ടുപോയി. ജാനുവും വാസുദേവനും ക്ലാസ്സിലായിരിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ തോട്ടിൽ നിന്നു പരൽ പിടിക്കുകയോ മമ്മദ് മാപ്പിളയുടെ പറമ്പിലെ മാവിന്മേൽ കല്ലെറിയുകയോ ചെയ്യും. ഉച്ചക്കഞ്ഞിക്ക് സ്കൂൾ വിടുന്ന മണിയടിക്കുന്നത് കേൾക്കുമ്പോൾ അവൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെല്ലും. 100-500 കുട്ടികളുണ്ട്. അതിനിടയിൽ കുഞ്ഞികൃഷ്ണനെ ആര് ശ്രദ്ധിക്കുന്നു? ഒരാഴ്ച കുഞ്ഞികൃഷ്ണൻ സുഖമായി കഞ്ഞിയും പുഴുക്കും അടിച്ചു വിട്ടു. ഒരു ദിവസം വിളമ്പുകാരൻ കുട്ടനായരുടെ കണ്ണിൽ അവൻ പെട്ടു. നിന്റെ പേരെന്താടാ? കുഞ്ഞീഷ്ണൻ. ഏത് ക്ലാസ്സിലാടാ നീ പഠിക്കണത്? കുഞ്ഞികൃഷ്ണൻ മിണ്ടിയില്ല. പോച്ചു പുറത്തു ചാടി. കുട്ടൻ നായർ അവനെ കഞ്ഞിയുടെ മുമ്പിൽ നിന്ന് ചെവിക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഗേറ്റിന് പുറത്താക്കിയിട്ട് അയാൾ ആട്ടി. ഓടിക്കോ. ഇനി ഇപ്പണിക്ക് ഇവിടെ വന്നാൽ കാല് തല്ലി ഓടിക്കും. നോക്കിക്കോ. സർക്കാർ വക കഞ്ഞി. കുട്ടൻ നായർക്ക് അതിലെന്താ നഷ്ടം? ദുഷ്ടൻ. നാരായണ നാരായണ. നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കരുതോ? എന്താടി നിനക്ക്? പട്ടിണി കിടക്കണതും പോരാ, മിണ്ടാനും പാടില്ലേ? മറ്റുള്ളവർ മൂക്കുമുട്ട തിന്നിട്ടല്ലേ ഇരിക്കണത്. നീ എന്ന് ഈ കുടുംബത്ത് കാല് കുത്തിയോ അന്ന് തുടങ്ങി ഇവിടെ പട്ടിണിയാ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താടി നീ പറയാ? പറഞ്ഞാട്ടെ. ദേവു ഒന്നും മിണ്ടിയില്ല. കിളവിയോട് വഴക്കിന് നിൽക്കരുതെന്ന് എപ്പോഴും കരുതും. മുള്ള് ഇലയിന്മേൽ വീണാലും ഇല മുള്ളിന്മേൽ വീണാലും ഇലയ്ക്കു തന്നെ കേട്. എന്നാൽ കിളവിയുടെ മോന്ത കാണുമ്പോൾ ചിലപ്പോൾ നാവ് ഇളകിപ്പോകും. അവൾ പറയൂത്രേ. എന്താടി നീ പറയാ? ഞാനൊന്നും പറഞ്ഞില്ല. കിളവിയുടെ നാവ് എന്നിട്ടും അടങ്ങി നിന്നില്ല. മുറ്റത്തിറങ്ങി നിന്ന് പിറുപിറുക്കുകയാണ്. ദേവു പായിൽ കിടന്നു. വയർ പുകയുന്നു. അവൾക്കും വിശപ്പുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ വിശപ്പിനിടയിൽ അത് മറന്നുപോകുന്നു. അടുപ്പിൽ ഇതുവരെയും തീ പിടിപ്പിച്ചിട്ടില്ല. എവിടെ നിന്നെങ്കിലും നാഴി അരിക്കുള്ള പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഗോപാലൻ രാവിലെ പോയത്. കിട്ടിയെങ്കിൽ അടുപ്പിൽ തീ കത്തിക്കാം. അല്ലെങ്കിൽ ഈ മാസം ദാരിദ്ര്യം കുറെ നേരത്തെയാണ് വന്നത്. സാധാരണ മാസാവസാനം 5-6 ദിവസം മാത്രമേ ബുദ്ധിമുട്ടേണ്ടി വരികയുള്ളൂ. ഇന്ന് തീയതി 20 ആയിട്ടുള്ളൂ. ഇനിയും 10 ദിവസം. ഈ ദിവസങ്ങൾ എങ്ങനെയാണ് കഴിച്ചുകൂട്ടുക? കിഴവിയാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. ആണ്ടോടാണ്ട് കിളവിക്ക് സുഖക്കേടാണ്. വാദമാണത്രേ. പെട്ടെന്നൊന്നും മാറുകയില്ല. ഇടയ്ക്കിടെ കുഞ്ഞുണ്ണി വൈദ്യരെ പോയി കാണണം. സാധാരണ അങ്ങോട്ട് പോയി കാണുകയാണ് പതിവ്. ഇപ്രാവശ്യം വൈദ്യരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരേണ്ടി വന്നു. കിളവിക്ക് ഒരടി നടക്കാൻ വയ്യാത്രേ. പട്ടണത്തിന്റെ നടുവിൽ നിന്നും വരുന്നതാണ്. 2 ഉറുപ്പികയെങ്കിലും വൈദ്യരുടെ കയ്യിൽ വെച്ച് കൊടുക്കണ്ടേ? കഷായം, കുഴമ്പ്, ഘൃതം. അവസാനം കുട്ടികൾ പട്ടിണിയായി. ഒരു പ്രായം കഴിഞ്ഞാൽ മരിക്കണം. എന്തിനാണ് മറ്റുള്ളവർക്ക് ഒരു ഭാരമായി ജീവിക്കണത്? ഈ കിളവിക്ക് അങ്ങ് ചത്താൽ എന്താണ്? എൻ്റെ മാലോട്ട് ഭഗവതി, എന്നോട് പൊറുക്കണേ. കള്ളന്നായ ചതിച്ചല്ലോ ഭഗവതി. കുട്ടിശങ്കര ഓട്. പടിഞ്ഞാട്ടാ പോയത്. ഓട് എൻ്റെ കുട്ടിശങ്കര.
തട്ടാത്തി കല്യാണിയുടെ പുരയിൽ നിന്നാണ് ബഹളം. ദേവു പായിൽ നിന്ന് എഴുന്നേറ്റു. കല്യാണി മുറ്റത്ത് പരിഭ്രമിച്ചു നിൽക്കുന്നു. കുട്ടിശങ്കരൻ മുണ്ടുമടക്കി കുത്തി പടിഞ്ഞാറോട്ട് വാണം പോലെ പായുന്നു. കള്ളൻ നായ എന്തോ പറ്റിച്ചിരിക്കണം. കള്ളൻ നായയുടെ ശല്യം വർദ്ധിച്ച സമയമാണിത്. ഈയിടെയാണ് അത് പ്രസവിച്ചത്. പ്രസവം കഴിഞ്ഞാൽ കള്ളൻ നായയ്ക്ക് ആർത്തിയാണ്. എത്ര തിന്നാലും തൃപ്തിയാകുകയില്ല. ഓരോ പ്രസവത്തിലും 3-4 കുട്ടികളുണ്ടാവും. ഈ പ്രാവശ്യം 3 ഉണ്ടായിരുന്നു. തട്ടാ നാരായണൻ 3 ഒരു ചാക്കിലിട്ട് കെട്ടി ചാക്ക് നിലത്തടിച്ചു കൊന്നു. അല്ലാതെ അവറ്റയെക്കൊണ്ട് എന്ത് ചെയ്യുവാനാണ്? മനുഷ്യർ തന്നെ ഇവിടെ പട്ടിണി കിടക്കുന്നു. പട്ടിണിക്കിട്ട് കൊല്ലുന്നതിനേക്കാൾ ഭേദമാണ് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെ ചാക്കിലിട്ട് നിലത്തടിച്ചു കൊല്ലുന്നത്. എന്നാൽ അതുകൊണ്ടെന്ത് ഗുണമുണ്ട്? കള്ളൻ നായ ഉടനെ ഗർഭം ധരിക്കും, പ്രസവിക്കുകയും ചെയ്യും. കള്ളൻ നായയെ കാണുമ്പോഴെല്ലാം അതിന് ഗർഭമുണ്ടാവും. കള്ളൻ നായയ്ക്കൊരു പേരുണ്ട്, പാറു എന്ന്. കള്ളൻ നായ യഥാർത്ഥത്തിൽ നായയല്ല, പട്ടിയാണ്. പാറു എന്ന് വിളിക്കുവാൻ ആരും കൂട്ടാക്കാത്തതുപോലെ പട്ടി എന്ന് വിളിക്കുവാനും ആരും കൂട്ടാക്കാറില്ല. കള്ളൻ നായ എന്ന പേരിലാണ് പാറു വളരെ കാലമായി അറിയപ്പെടുന്നത്. ഇന്നലെ രാത്രി എന്തോ സംശയം തോന്നിയപ്പോഴാണ് ദേവു അടുക്കളയിലേക്ക് ചെന്നത്. കള്ളൻ നായ തല കൊണ്ട് പതുക്കെ വാതിൽ തള്ളി തുറക്കുന്നു. ഓടാമ്പലില്ലാത്ത വാതിലാണ്, തള്ളിയാൽ തുറന്നു പോകും. അല്പം വൈകിയിരുന്നെങ്കിൽ കലത്തിൽ മൂടി വെച്ചിരുന്ന കഞ്ഞി മുഴുവനും കള്ളൻ നായ അകത്താക്കിയേനെ. ദേവു ഇറയത്തേക്ക് കയറി. അപ്പോഴാണ് വടക്കുവശത്തെ ഉസ്മാന്റെ വേലി ചാടിക്കടന്ന് കള്ളൻ നായ വരുന്നത് കണ്ടത്. വായിൽ ഒരു വലിയ ചാക്കു സഞ്ചി തൂങ്ങിക്കിടക്കുന്നു. ഇരുവശത്തേക്കും ഒന്ന് നോക്കിയിട്ട് കള്ളൻ നായ മുറ്റത്തേക്ക് എടുത്ത് ചാടി. മുറ്റത്തെ മതിലിന്മേൽ ചാരി വെച്ചിരുന്ന ഈർക്കൽ ചൂലാണ് ദേവുവിന്റെ കണ്ണിൽപ്പെട്ടത്. എടുത്തൊരു ഏറു കൊടുത്തു. പിരടിക്കാണ് കൊണ്ടത്. വായിൽ നിന്ന് ഘനമുള്ള സഞ്ചി തെറിച്ചുപോയി. ഒരു മോങ്ങലോടെ കള്ളൻ നായ കുറച്ചു ദൂരം മാറി നിന്നു. എന്നിട്ട് വേലി ചാടിക്കടന്ന് ഉസ്മാന്റെ പറമ്പിലേക്ക് തന്നെ തിരിച്ചുപോയി. നിലത്ത് കിടക്കുന്ന സഞ്ചി എടുത്ത് ദേവു തുറന്നു നോക്കി. അരിയാണ്. 2 ഇടങ്ങഴിയെങ്കിലും കാണും. അവൾ ചുറ്റുപാടും നോക്കി. ആരുമില്ല. ദേവു അടുക്കളയിലേക്ക് കയറി സഞ്ചി നിലത്ത് വെച്ച് മുറം കൊണ്ട് മൂടി വെച്ചു. എന്താ ദേവു നീ കാട്ടണത്? കിളവിയാണ്. നിങ്ങൾ മിണ്ടാതിരിക്കിൻ. പറഞ്ഞു നീ മോട്ടിക്കാനും തുടങ്ങിയോ? ദേവു അടുത്തി. ദേവു തിരിഞ്ഞു നോക്കി. കുട്ടിശങ്കരൻ മുറ്റത്ത് നിൽക്കുന്നു. കള്ളൻ നായയുടെ പിറകെ ഓടിത്തളർന്നവൻ നിന്ന് കിതയ്ക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയോ അരി സഞ്ചിയും? എന്താ കുട്ടിശങ്കര നീ പറയണത്? കള്ളൻ നായ ചതിച്ചു ദേവു. അപ്പോഴേക്ക് അവിടെ എത്തിയ തട്ടാത്തി കല്യാണി പറഞ്ഞു. 2 ഇടങ്ങഴി അരി ഉണ്ടായിരുന്നു. കടം വാങ്ങിയതാ. ഞാൻ എന്താ ചെയ്യാ എൻ്റെ ഭഗവതി? കള്ളൻ നായ ഇങ്ങോട്ട് വന്നില്ലല്ലോ കല്യാണി. ദേവു കല്യാണിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. നാരായണ നാരായണ. കള്ളൻ നായനെ ഞാൻ കണ്ടു. ഉസ്മാന്റെ പേരേന്റെ പിന്നിലൂടെ പായുന്നു. അരിസഞ്ചി വായിലില്ല. കുട്ടിശങ്കരൻ പറഞ്ഞു. നീ പറമ്പിലെല്ലാം നോക്കിയോ? അവിടെ അങ്ങനെ വീണ് കിടക്കണുണ്ടാവും. ദേവു അഭിപ്രായപ്പെട്ടു. ഞാൻ നോക്കി. കള്ളൻ നായ ഇങ്ങോട്ടാ വന്നതെന്ന് ഉസ്മാന്റെ ഉമ്മ പറഞ്ഞു. നല്ലോണം നോക്ക് കുട്ടിശങ്കര. കിട്ടിയില്ലെങ്കിൽ കുട്ടിയോട് പട്ടിണിയാകല്ലോ ഭഗവതി. വേലി ചാടിക്കടന്ന് ഇങ്ങോട്ടാ വന്നതെന്ന് ഉസ്മാന്റെ അമ്മ പറയണ. ഉടനെ തന്നെ തിരിച്ചുപോയി. വായിൽ സഞ്ചി ഉണ്ടായിരുന്നില്ല. അപ്പോള് സഞ്ചി ഇവിടെങ്ങാനും കാണും. ഒന്നുകൂടെ നോക്കാം. കുട്ടിശങ്കരൻ മുണ്ടുമടക്കി കെട്ടി പറമ്പിലേക്ക് കയറിപ്പോയി. 2 ഇടങ്ങഴി അരി. കുട്ടികളുടെ അച്ഛൻ വന്നാൽ ഞാൻ എന്താ പറയാ? ഇന്ന് എന്നെ കൊല്ലും. കല്യാണി ഇറയത്ത് കയറി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. ഇന്നലെ രാത്രി കള്ളനായ അടുക്കളയിൽ കയറിയതാ. അപ്പോഴേക്ക് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ഇതിന്റെ കാല് തല്ലി ഒടിക്കാൻ ഈ നാട്ടിൽ ആരും ഇല്ലല്ലോ. കുട്ടികളുടെ അച്ഛൻ കോലായിൽ കൊണ്ടുവന്ന് വെച്ചതാ കല്യാണി. ഇതങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞ് പടി ഇറങ്ങിയതേ ഉള്ളൂ. കോലായി ചെന്ന് നോക്കുമ്പം നാരായണ. എൻ്റെ കുട്ടിയോള്. കുട്ടിശങ്കരൻ പറമ്പിൽ മുഴുവനും തിരഞ്ഞു നടന്നിട്ട് തിരിച്ചു വന്നു. സഞ്ചി കിട്ടിയല്ല. ആരോ ചതിച്ചു എന്നാ തോന്നണത്. കള്ളനായിന്റെ പിറകെ ഞാൻ പാഞ്ഞിരുന്നതാ. ഉസ്മാന്റെ പുരേന്റെ അവിടെ വെച്ച് അതെന്റെ കണ്ണീന്നു മറിഞ്ഞത്. ഉസ്മാന്റെ ഉമ്മ പറയണത് കള്ളനായി ഇവിടം വരെയേ വന്നുള്ളൂ എന്നതാ. അപ്പോഴെ സഞ്ചി എവിടെ പോയി? നിക്ക് തോന്നുന്നത് ആരോ അതെടുത്തു വെച്ചെന്നാ. ആരാ കുട്ടിശങ്കരൻ എന്റെ അരിയും സഞ്ചിയും കട്ടുവെക്കുന്നത്? ദേവു പറഞ്ഞു. മഹാഭാവം പറയരുത്. അതെവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാകും. നീ ഒന്നുകൂടെ നോക്കിയിട്ട് വാ. ശുദ്ധ മനസ്കയായ കല്യാണി പറഞ്ഞു. നിക്ക് വയ്യ. അതുകൊണ്ട് എനിക്ക് കിട്ടാൻ പോണ്. കുട്ടിശങ്കരൻ മുണ്ടു നിവർത്തിയിട്ട് കോലായിൽ കയറിയിരുന്നു. എന്താ ദേവു ഇനി ചെയ്യാ? എൻ്റെ കുട്ടിയോള് പഷ്ണിയായല്ലോ. കല്യാണി കണ്ണു തുടച്ചു. അതിനിപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ടെങ്കിൽ കുട്ടിശങ്കരൻ കൈ തിരുമ്മി തല്ലി കാലൊടിച്ചു കളയണം. കുട്ടിശങ്കരൻ്റെ പിറകിൽ കണ്ണു തുടച്ചുകൊണ്ട് തട്ടാത്തി കല്യാണി പോയി. കണ്ണിൽ ചോരയില്ലാത്തവൾ മഹാഭാവി. കിളവി ദേവുവിനെ നോക്കി മുരണ്ടു. ദേവു കൊലായിലെ തൂണും ചാരിയിരുന്നു.
പത്മനാഭന്റെ കരച്ചിൽ പിന്നെയും കേട്ടു തുടങ്ങി. ജാനുവിന്റെ ഒക്കിലിരുന്ന് അവൻ പിടയ്ക്കുകയാണ്. അവനെ നിലത്ത് വെച്ചിട്ട് ജാനു പറഞ്ഞു, "നിക്ക് വയ്യ ഇവനെ എടുത്തു നടക്കാൻ. ഇങ്ങനെയുണ്ടോ ഒരു ചെക്കൻ?" നിലത്ത് കമിഴ്ന്നു കിടന്ന് കയ്യും കാലും തറയിൽ തല്ലി പത്മനാഭൻ നിലവിളിക്കുകയാണ്. ദേവു അടുക്കളയിൽ ചെന്ന് തീ പിടിപ്പിച്ചു. മുറത്തിനുള്ളിൽ നിന്ന് സഞ്ചി എടുത്ത് അരി ഒഴിച്ചിട്ട് സഞ്ചി അടുപ്പിലിട്ട് കത്തിച്ചു. കല്യാണി എങ്ങാൻ അത് കാണുവാനിടയായാൽ. കഞ്ഞിക്കുടുക്കയിൽ വെള്ളം നിറച്ച് അടുപ്പിന്മേൽ വെച്ചു. വെള്ളം തിളച്ചപ്പോൾ നാഴി അരി എടുത്ത് കല്ലും നെല്ലും നീക്കി കഴുകി വെള്ളത്തിലിട്ടു. എന്നിട്ട് കോലായിൽ ചെന്ന് നിലത്ത് കിടന്ന് മോങ്ങുന്ന പത്മനാഭനെ എടുത്തിട്ട് അവൾ പറഞ്ഞു, "മോൻ കരയേണ്ട, മോൻ ഇപ്പം അമ്മ ചോറ് തരാം." "ചോറോ? അരി എവിടുന്ന് കിട്ടി?" ജാനു അത്ഭുതപ്പെട്ടു. "അത് നീ അറിയണ്ടടി." "എടി ജാനുവോ, നിന്റെ അമ്മയ്ക്കിപ്പം കക്കാനും കളവ് പറയാനും മടിയില്ലാണ്ടായിരിക്കുക. അമ്മ എന്താ കട്ടത്? പഷ്ണി കിടന്നാലും കഴുത്തറ്റത്താലും കളവ് പറയുകയും മോട്ടിക്കുകയും ചെയ്യരുത്. അത് മഹാപാപമാ." "മിണ്ടാതിരിക്കണതാ നിങ്ങൾക്ക് നല്ലത്." ദേവുവിന്റെ ക്ഷമ നശിച്ചു. "മിണ്ടിയാല്?" പത്മനാഭനെ നിലത്ത് കിടത്തിയിട്ട് മുറ്റത്ത് നിന്ന് കള്ളനായിനെ എറിഞ്ഞ ചൂലെടുത്തിട്ട് ദേവു പറഞ്ഞു, "ഇത് കണ്ടോ ഇത് കൊന്നുകളഞ്ഞ. വായിൽ നാക്കുണ്ടെങ്കിൽ അതവിടെ അടക്കി വെക്കണം." "എന്താടി ദേവു, നിനക്ക് ഭ്രാന്തു പിടിച്ചോ?" "ഭ്രാന്തില്ലാത്തവർക്ക് നിങ്ങൾ ഭ്രാന്ത് പിടിപ്പിക്കും." ചൂലുമെടുത്ത് കോലായിലേക്ക് ചാടിക്കയറിയ ദേവുവിന്റെ മുഖം കണ്ടപ്പോൾ കിളവി പേടിച്ചു പോയി. നാരായണ. കിളവി തൽക്കാലം പിന്മാറി. പത്മനാഭനെ എടുത്ത് ദേവു അടുക്കളയിലേക്ക് പോയി. മാലോട്ടുകാവിന്റെ മുറ്റത്ത് കളിച്ചു തിമർത്ത് വാസുദേവനും കുഞ്ഞികൃഷ്ണനും വന്നു. വിയർപ്പിൽ കുളിച്ച് ക്ഷീണിതരായാണ് വരവ്. നിറയത്തു കയറിയ ഉടനെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, "കുഞ്ഞികൃഷ്ണന് വിശന്നിട്ട് വയ്യ. ഇന്ന് പൂജ ഉണ്ടായിരുന്നില്ല, പ്രസാദം കിട്ടിയില്ല." വാസുദേവൻ പറഞ്ഞു. "ഇന്ന് നമുക്ക് ചോറാണെടാ പിള്ളേരെ," ജാനു പ്രഖ്യാപിച്ചു. "ചോറോ?" "അതേടാ, ചോറ് തന്നെ." പിന്നെ കുഞ്ഞികൃഷ്ണനെയും വാസുദേവനെയും അവിടെ കണ്ടില്ല. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ പത്മനാഭനെ മടിയിലിരുത്തി ചോറ് വായിൽ കൊടുക്കുന്നതാണ് കണ്ടത്. ജാനു പറഞ്ഞത് കളവല്ല. കയ്യും മുഖവും കഴുകുവാൻ പോലും നേരമുണ്ടായില്ല. രണ്ടുപേരും പലകയിട്ടിരുന്ന് കഴിഞ്ഞു. ചോറ് വയറു നിറയെ ഊണ് കഴിച്ചപ്പോൾ പത്മനാഭൻ ഉറങ്ങി. പാവൻ ചെക്കൻ, രാവിലെ മുതൽ തുടങ്ങിയതല്ലേ കരയുവാൻ. കോലായിലേക്ക് ഇറപ്പായിൽ അവനെ കിടത്തിയിട്ട് ദേവു തൂണും ചാരിയിരുന്നു. കിളവി നിശബ്ദയായി ഇരിക്കുകയാണ്. രണ്ടു കാലും നീട്ടിവെച്ച് ചുമരും ചാരി നിർവികൽപ്പ സമാധിയിൽ. കുട്ടികൾ ഉണ്ടുകഴിഞ്ഞപ്പോൾ ദേവു കിളവിയെ വിളിച്ചു, "എണീറ്റ് ചോറ് തിന്നോളൂ." "നിക്ക് വേണ്ടെന്നെൻ്റെ ചോറ്. വിശക്കണില്ലേ?" "കട്ടതും മോട്ടിച്ചതും തിന്നിട്ട് നിക്ക് ശീലമല്ലടി." "നാവിന്മേൽ ഗുളികനാ, വായ തുറന്നാൽ വേണ്ടാതിനുമേ വീഴുകയുള്ളൂ." "ഇവിടെ വേറൊന്നുമില്ല തിന്നാൻ. ഞാൻ പട്ടിണി കിടന്നോളാം." "മനസ്സുണ്ടെങ്കിൽ തിന്നോളൂ." ദേവു പിന്നെ നിർബന്ധിച്ചില്ല. പായിൽ പത്മനാഭന്റെ അടുത്തു ചെന്ന് കിടന്നു. എന്തൊക്കെയോ ചിന്തിച്ച് ഒന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഒരൊച്ച കേട്ടത്. അവൾ ഞെട്ടി ഉണർന്നു. കള്ളനായയാണോ? ചാടി എഴുന്നേറ്റു. "എറിഞ്ഞു കാലൊടിക്കണം. ഇനി ആരുടെയും ഒന്നും മോഷ്ടിക്കരുത്." ദേവു അടുക്കളയിലേക്ക് ചെന്നു. മുട്ടം പലകയിന്മേൽ ഇരുന്ന് കിണ്ണത്തിൽ നിന്ന് ചോറ് വാരി തിന്നുകയാണ് കിളവി. കാലച്ച കേട്ടപ്പോൾ തല ഉയർത്തി നോക്കിയിട്ട് വീണ്ടും നിശബ്ദം ചോറ് വാരി തിന്നു. എന്തൊരാർത്തിയാണ്! ദേവുവിന്റെ ചോര തിളച്ചു. "ഇപ്പോഴെവിടെ പോയി വേദാന്തോ? ഒച്ചയും അനക്കോ ഉണ്ടാക്കാതെ വന്ന് തിന്നാണ് പൂച്ചയെ പോലെ." കിളവി മിണ്ടിയില്ല. "എന്താ മിണ്ടാത്തത്? വായിൽ ഒരു മുഴ നാക്കുണ്ടല്ലോ, അതെവിടെ പോയി?" "വിശക്കുമ്പം പുലി പുല്ലും തിന്നുമെടി." ദേവു കിളവി കിണ്ണത്തിൽ നിന്ന് തല പൊന്തിക്കാതെ പറഞ്ഞു. "പിന്നെ എന്തിനാ വേണ്ടാതീനം പറഞ്ഞ്? നിക്ക് വേണ്ടിയാണോ ഞാനത് ചെയ്തത്? പത്മനാഭം വിശന്ന് നിലവിളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? രാത്രിയിൽ ഇത്ര കഞ്ഞി കുടിച്ചതാ. ചെറിയ കുട്ടിയല്ലേ, എത്ര നേരമാ വിശപ്പ് സഹിക്കുക? ഞാൻ കണ്ണി ചോരയില്ലാത്തവളാ, മഹാഭാപിയാ." ദേവു മുണ്ടിന്റെ കോന്തല കൊണ്ട് കണ്ണു തുടച്ചു. "അതിന് നീ എന്തിനാടി കരയണ്? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ?" ദേവു കണ്ണു തുടയ്ക്കുകയും മൂക്കു ചുറ്റുകയും ചെയ്തു. "ഇനി പറഞ്ഞിട്ടെന്താ ഫലം? വന്നത് വന്നു. നീ ഇത്ര ചോറെടുത്ത് തിന്ന്. വിശന്നിരിക്കേണ്ട." കിളവി മുട്ടൻ പലകയിൽ നിന്ന് എഴുന്നേറ്റ് കിണ്ണം കഴുകി വെച്ചു. എന്നിട്ട് അകത്ത് ചെന്ന് പായ വിരിച്ചു കിടന്നു. 2 നിമിഷം കഴിഞ്ഞില്ല, കൂർക്കം വലിക്കുവാൻ തുടങ്ങി. ദേവുവിന് പിന്നീട് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ചിന്തകൾ അവളുടെ മനസ്സിനെ മഥിച്ചു. വയർ പുകയുകയും ചെയ്യുന്നു. കലത്തിൽ നിറയെ ചോറുണ്ടായിട്ടും എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? കുട്ടികൾ തിന്നു. അവർ തൻ്റെ സ്വന്തം കുട്ടികളാണ്. വേദാന്തം പറഞ്ഞ കിളവിയും തിന്നു. ഒരു പിടി ചോറെടുത്തു തിന്നാം. മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. മാലോട്ട് ഭഗവതി തന്നോട് ക്ഷമിക്കും. ദേവു അടുക്കളയിൽ തിരിച്ചു ചെന്ന് കിണ്ണത്തിൽ ചോറ് വിളമ്പി പലകയിട്ടിരുന്നു.
ഇറയത്ത് കണ്ണുപ്പുന്ന കല്യാണിയുടെ മുഖം അപ്പോൾ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. തട്ടാൻ നാരായണൻ രാത്രിയെ തിരിച്ചു വരികയുള്ളൂ. അപ്പോഴായിരിക്കും വിവരം അറിയുക. ഉടനെ തുടങ്ങും പൂരം. ആ ദുഷ്ടൻ കല്യാണിയെ കൊന്നുകളയും. പത്മനാഭനെയും വാസുദേവനെയും പോലുള്ള കുട്ടികൾ കല്യാണിക്കുമുണ്ട്. താൻ അവരെ പട്ടിണി കിടത്തി, കല്യാണിയെ കരയിപ്പിച്ചു. അത് ചെയ്യരുതായിരുന്നു. ക്ഷമിക്കണേ മാലോട്ട ഭഗവതി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ. വിശപ്പുണ്ടെങ്കിലും ദേവുവിന് ഒരുരുള ചോറ് തിന്നുവാൻ കഴിഞ്ഞില്ല. കിണ്ണം നീക്കി വെച്ചിട്ട് അവൾ എഴുന്നേറ്റു. എന്നിട്ട് പത്മനാഭന്റെ അടുത്ത് ചെന്ന് കിടന്നു. വയർ നിറഞ്ഞ തൃപ്തിയോടെ അവൻ ഉറങ്ങുകയാണ്. എന്നാൽ